സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖം. അവൻ അവരുടെ മുമ്പിൽ മറുരൂപപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു. മത്തായി 17-2 പത്രോസും യാക്കോബും യോഹന്നാനും സന്നിഹിതരായിരുന്നതും രക്ഷകന്റെ സൗന്ദര്യത്താൽ ആകർഷകമാക്കപ്പെട്ടതുമാണ് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ മറുരൂപപ്പെടൽ രംഗം. അതിനെ ക്രൈസ്തവ ധ്യാനത്തിൻ്റെ ഒരു ഐക്കണായി കരുതാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. മാനുഷിക ജീവിതത്തിൻ്റെ അനുദിന സംഭവങ്ങളുടെയും സഹനങ്ങളുടെയും മധ്യത്തിൽ അതിൻ്റെ രഹസ്യം തിരിച്ചറിയുക. എന്നിട്ട് ഉത്ഥിതനായ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിൽ വെളിവാകുന്ന സുവ്യക്തമായ ദൈവിക തിളക്കത്തെ മനസ്സിലാക്കുക. ഇതാണ് ഓരോ ക്രിസ്തു അനുഗാമിയുടെയും, അങ്ങനെ നമ്മിൽ ഓരോരുത്തരുടെയും കടമ. ക്രിസ്തുവിൻ്റെ മുഖത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ത്രിത്വാത്മ ജീവിതത്തിൻ്റെ രഹസ്യം സ്വീകരിക്കാൻ നമ്മൾ സജ്ജീകൃതരാകും. പിതാവിൻ്റെ സ്നേഹം പുതുതായി അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ആനന്ദിച്ച് അപ്രകാരമുള്ളവരായിത്തീരും. അപ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ നമ്മെ സംബന്ധിച്ച് പറയാം. കർത്താവിൻ്റെ മഹത്വം കാണുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൻ്റെ ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. 2 കൊറിന്ത്യർ 3-18